ഇറാൻ വിദേശകാര്യമന്ത്രിയെ കൊല്ലാൻ നെതന്യാഹു. ഇറാന്റെ മന്ത്രിമാരെ കൊന്നുതള്ളാൻ ഇസ്രായേൽ എത്തി. മിഡിൽ ഈസ്റ്റിൽ കനത്ത യുദ്ധം തുടരുന്നതിനിടയിലും ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു രഹസ്യം കൂടി പുറത്തു വരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ അതീവ രഹസ്യമായിട്ട് നടത്തിയ സമാധാന ചർച്ചകൾക്കിടെ ഇറാന്റെ പ്രധാന ചർച്ചാ പ്രതിനിധികളെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതായിട്ട് US ഉദ്യോഗസ്ഥർ വിശ്വസിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇസ്രായേലിന്റെ ഈ നീക്കം എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ നീക്കം സമാധാന ചർച്ചകളെ പൂർണ്ണമായിട്ടും തകർക്കുമെന്നും ഈ യുദ്ധം കൂടുതൽ വഷളാക്കുമെന്നും ഭയന്ന ട്രംപ് ഭരണകൂടം മറ്റ് ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വഴി ഇറാൻ പ്രതിനിധികൾക്ക് രഹസ്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അർഗാച്ചിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫിനെയുമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നത് കൊല്ലാൻ. ഏപ്രിൽ മാസത്തിൽ സമാധാന ചർച്ചകൾ ശക്തമായ സമയത്തായിരുന്നു ഈ വധശ്രമത്തിനുള്ള പ്ലാൻ അരങ്ങേറിയത്. കാലിബാഫ് ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടെന്ന വിവരം അറിഞ്ഞതിന് പിന്നാലെ ഈ നീക്കത്തിൽ നിന്നും പിന്മാറാൻ അമേരിക്ക ഇസ്രായേലിനോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളടക്കം വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ പ്രതിനിധികൾ കൊല്ലപ്പെട്ടാൽ പിന്നെ സമാധാന ചർച്ചകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇറാനിൽ മറ്റാരും അവശേഷിക്കില്ലെന്ന് പാകിസ്ഥാൻ നേരത്തെ തന്നെ US മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന്മേൽ സമ്മർദ്ദം ചെലുത്തിയത്. ഏപ്രിൽ 8 വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷമുള്ള ആഴ്ചകളിലാണ് വധശ്രമത്തിന് ഇസ്രായേൽ ശ്രമിച്ചത് എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അപ്പൊ ഇരുവരെയും വധിക്കുവാനുള്ള ഇസ്രായേൽ നീക്കം ചർച്ചകൾ അട്ടിമറിക്കുമെന്ന് അമേരിക്ക ഭയപ്പെട്ടിരുന്നതായിട്ടും ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനിടെയാണ് ഇസ്രായേലിന്റെ കണ്ണുവെട്ടിച്ച് ഇറാൻ സ്പീക്കർ ഖാലിബാഫ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു സിനിമാറ്റിക് കഥയും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഏപ്രിലിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ഇസ്ലാമാബാദിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം തിരികെ ടെഹ്റാനിലേക്ക് പറക്കുകയായിരുന്ന ഖാലിബാഫും സംഘവും പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളുടെ കനത്ത സുരക്ഷയിലാണ് സഞ്ചരിച്ചിരുന്നത് എന്നുള്ളതാണ്. വിമാനം ഇറാൻ അതിർത്തിയിലേക്ക് കടന്നയുടൻ ഇറാഖ് അതിർത്തി വഴി 2 ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വിമാനത്തെ ആക്രമിക്കുവാൻ വരുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരം ഇറാന്റെ സുരക്ഷാ ഏജൻസികൾക്ക് ലഭിക്കുന്നു. ഉടൻ തന്നെ പൈലറ്റ് വിമാനം വടക്ക് കിഴക്കൻ ഇറാനിലെ മഷാദിലേക്ക് അടിയന്തരമായിട്ട് തിരിച്ചുവിടുന്നു. അവിടെ വിമാനം ഇറക്കിയ കാലിബാഫും സംഘവും പിന്നീട് 8 മണിക്കൂർ റോഡ് മാർഗം സഞ്ചരിച്ചുകൊണ്ടാണ് ടെഹ്റാനിൽ എത്തിച്ചേർന്നത് എന്നുള്ള. ഇല്ലെങ്കിൽ അന്ന് തീരേണ്ടതാണ് ഈ കാലിബാഫ്. ഇസ്രായേലികൾ അന്ന് കൊന്നേനെ കാലിബാഫിനെ. പക്ഷെ അവിടെ നിന്നും കാലിബാഫ് വളരെ തന്ത്രപരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഫെബ്രുവരി 28 ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചുകൊണ്ട് ആരംഭിച്ച യുദ്ധത്തിൽ ഇറാന്റെ പ്രമുഖ നേതാക്കളെ മുഴുവൻ വകവരുത്തുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ തന്ത്രം. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന് ചർച്ചകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കുവാനായിരുന്നു താല്പര്യം. സഖ്യകക്ഷികളായിട്ടുള്ള അമേരിക്കയും ഇസ്രായേലും തമ്മിൽ യുദ്ധ ലക്ഷ്യങ്ങളിൽ നിലനിൽക്കുന്ന വലിയ ഭിന്നതയാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. നേരത്തെ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറിനെയും പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനെയും ഒക്കെ സ്വിറ്റ്സർലൻഡിൽ വെച്ച് വധിക്കാൻ മൊസാദ് പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന് ബ്രസീലിയൻ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനമായിട്ടുള്ള അന്ന് പെപ്പെ എസ്കോബാർ വ്യക്തമാക്കിയിരുന്നു. ഇന്നിതാ ഇറാൻ വിദേശകാര്യമന്ത്രിയെയും ഇറാന്റെ സ്പീക്കറിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് നെതന്യാഹുവും സംഘവും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഇസ്രയേലി പടകൾ ഇറാന്റെ മന്ത്രിമാരെ കൊന്നുതള്ളാനുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നു. ആരെ കൊന്നായാലും ഈ ഇറാൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ തച്ചു തകർക്കുക എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു ശപഥമായിരുന്നു. ആ പ്രതികാരത്തിലേക്ക് എത്തുവാൻ എന്താണ് ഇറാൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് അവർക്കും വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ അമേരിക്കയ്ക്കില്ലാത്ത വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനവും വൈരാഗ്യവുമാണ് ഇസ്രായേലിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇറാനോടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇറാൻ വിദേശകാര്യമന്ത്രിയെയോ ഇറാന്റെ സ്പീക്കറിനെയോ ഒക്കെ കൊല്ലാൻ വേണ്ടി വധിക്കാൻ വേണ്ടിയുള്ള ശ്രമം നെതന്യാഹുവിന്റെ ഇസ്രായേലി പടയും തേടുമായിരുന്നു.